പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 3-ലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഈ ടെക്സ്റ്റിൻ്റെ മുഴുവൻ നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് മെമ്പേഴ്സ്, പശ്ചാത്തലവും അംഗങ്ങളും. ആദ്യ യൂണിറ്റ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ പദ്ധതി. ഇന്ത്യക്കാർക്ക് സമാധാനപരമായി അധികാരം കൈമാറുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 1946 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി 3-അംഗ ഉന്നതതല സമിതിയെ ഇന്ത്യയിലേക്ക് അയച്ചു. 1946 മാർച്ചിൽ ഈ മിഷൻ ഇന്ത്യയിലെത്തി. ലോർഡ് പെത്തിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്ലിപ്സ്, എ.വി. അലക്സാണ്ടർ എന്നിവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. അടുത്തത് റിജക്ഷൻ ഓഫ് ദ ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ, പാകിസ്ഥാൻ വാദത്തിൻ്റെ നിരാകരണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായും ചർച്ചകൾ നടത്തിയ ശേഷം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട പരമാധികാരമുള്ള പാകിസ്ഥാൻ എന്ന ആശയത്തെ മിഷൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വിഭജനം ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്നും സൈന്യത്തെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും വിഭജിക്കുന്നത് സാമ്പത്തികമായും സൈനികപരമായും പ്രായോഗികമല്ലെന്നും അവർ വ്യക്തമാക്കി. അടുത്ത ഗ്രൂപ്പിംഗ് ഓഫ് പ്രൊവിൻസസ്, പ്രവിശ്യകളുടെ ഗ്രൂപ്പിംഗ്. പാകിസ്ഥാൻ രൂപീകരിക്കില്ല എന്ന തീരുമാനത്തിന് ശേഷം മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താനായി പ്രവിശ്യകളെ 3 ഗ്രൂപ്പുകളായി തിരിക്കണമെന്ന ഒരു സങ്കീർണമായ പദ്ധതി മിഷൻ നിർദ്ദേശിച്ചു. സെക്ഷൻ എ, ഹിന്ദു ഭൂരിപക്ഷ പ്രവിശ്യകൾ: മദ്രാസ്, ബോംബെ, UP, ബീഹാർ, ഒറീസ, സെൻട്രൽ പ്രൊവിൻസസ്. സെക്ഷൻ ബി, വടക്ക് പടിഞ്ഞാറുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകൾ: പഞ്ചാബ്, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ സിന്ധ്. സെക്ഷൻ സി, കിഴക്കുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകൾ: ബംഗാൾ, അസം. ഓരോ ഗ്രൂപ്പിനും സ്വന്തമായി ഭരണഘടന തീരുമാനിക്കാനുള്ള സ്വയംഭരണാവകാശം നൽകാൻ ഈ പദ്ധതി നിർദ്ദേശിച്ചു. അടുത്തത് എ വീക്ക് ഫെഡറൽ സെൻട്രൽ, ദുർബലമായ കേന്ദ്ര സർക്കാർ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഫെഡറൽ സംവിധാനം മിഷൻ നിർദ്ദേശിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിനെ വളരെ ദുർബലമായാണ് നിലനിർത്തിയത്. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ 3 വകുപ്പുകൾ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി അധികാരങ്ങളെല്ലാം പ്രവിശ്യകൾക്ക് നൽകി. അഞ്ചാമത്തത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ആൻഡ് ഇൻ്ററിയം ഗവൺമെൻറ്, ഭരണഘടനാ നിർമ്മാണ സഭയും ഇടക്കാല സർക്കാരും. ഇന്ത്യക്കായി പുതിയ ഭരണഘടന തയ്യാറാക്കാൻ പ്രവിശ്യ അസംബ്ലികൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി രൂപീകരിക്കണമെന്ന് ഈ പ്ലാൻ നിർദ്ദേശിച്ചു. ഭരണഘടന തയ്യാറാക്കുന്നതുവരെ രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കേന്ദ്രത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കാനും നിർദ്ദേശിച്ചു.